ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോ എവിടെയാന്ന് അറിയാമോ? ഊട്ടി പട്ടണ മനസ്സിലായോ? വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഊട്ടി ട്രിപ്പിനെ കുറിച്ചാണ്. ഞങ്ങൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്തത് കൂന്നൂരിലെ ടീ ഗാർഡൻ ആണ്. ആ വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോ കൂന്നൂർ ടീ ഗാർഡന്റെ മുന്നിലാട്ടോ ഉള്ളത്. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു ഏകദേശം 4500 ഏക്കേഴ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ടീ ലീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഗൈഡ് ഈ ടീ ഗാർഡനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. അപ്പോൾ ഗൈഡ് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 months വേണം ഇത് ഒന്ന് പ്ലാന്റായി വരാൻ. പിന്നെ അതിൽ 3 ലീഫ് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് മദർ ലീഫ്, പിന്നെ രണ്ടാമത്തേത് നമ്മുടെ നോർമൽ ടീ ലീഫ്, പിന്നെ മൂന്നാമത്തേത് ഗ്രീൻ ടീൻ്റെ ലീഫാണ് കേട്ടോ വരിക. യൂഷ്വലി ട്രിപ്പിനൊക്കെ പോവുകയാണെങ്കിൽ ഞങ്ങൾ കസിൻസിൻ്റെ കൂടെയാണ് പോവാറ്. അങ്കിൾമാരും ആൻറ്റിമാരും എല്ലാവരും ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം ഊട്ടിയിൽ ഭയങ്കര തണുപ്പായ കാരണം അങ്ങനെ ആർക്കും വരാൻ പറ്റിയില്ല. ഞങ്ങൾ 4 പേരും കൂടെയാണ് ഈ പ്രാവശ്യം ഊട്ടിയിൽ പോയത്. ഞങ്ങൾ ടീ ഗാർഡനിൽ നിന്ന് നേരെ പോയത് ഓയിൽ ഫാക്ടറിയിലേക്കാണ്. അപ്പോൾ മെയിനായിട്ട് ഓയിൽ ഇവിടെ പ്രോസസ്സ് ചെയ്യണത് നീലഗിരി, അതായത് യുക്കാലിപ്സും പിന്നെ ഒലിവ് ഓയിലും ആൽമണ്ട് ഓയിലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഗൈഡ് നമുക്ക് ഓയിൽ പ്രോസസ്സ് ചെയ്യണ ആ പ്രോസസ്സൊക്കെ നമുക്കൊന്ന് കാണിച്ചു തരുവാണ്. ഇവിടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് ആ ലാംഗ്വേജിൽ തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പിന്നെ ഇപ്പോൾ കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ നീലഗിരി അല്ലെങ്കിൽ യുക്കാലിപ്സ് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. അതായത് ഈ നീലഗിരി ലീഫ് ഡ്രൈ ചെയ്തിട്ടാണ് നമ്മൾ യുക്കാലിപ്സ് ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കിറ്റെന്ന് വെച്ചാൽ എങ്ങനെയാ വരാം. റഷ് കാരണം ചെറിയ കുട്ടികൾ വരെയാണ് സെല് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ബൈ. ടീ എസ്റ്റേറ്റ് മെയിൻലി കൂന്നൂറാണെങ്കിലും ടീ ഫാക്ടറി ഊട്ടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കൂന്നൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് ട്രാവൽ ചെയ്യാണ്. ഊട്ടിയിലെ മെയിൻ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യാരറ്റ്, ബീട്രൂട്ട്, റാഡിഷ്, ക്യാബേജൊക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഊട്ടിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഗാർഡനൊക്കെ കാണാൻ പറ്റും. ഈ റോഡ് സൈഡിൽ സെല് ചെയ്യണത് ഫ്രഷ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്ത ക്യാബേജും ക്യാരറ്റും ബീട്രൂട്ടൊക്കെയാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ഊട്ടി ടീ ഫാക്ടറിയിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് കേട്ടോ ടീ ഫാക്ടറി. അവിടെ നിന്നും നമ്മൾ നോക്കുമ്പോൾ ഉള്ളൊരു ടോപ്പ് വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കയറി നോക്കാം അല്ലേ. പിന്നെ നമ്മൾ ഈ ടീ ഫാക്ടറിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബാൻഡ് പോലത്തെ സംഭവം കെട്ടിത്തരും. അത് നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് ടീ ഫാക്ടറിയിലേക്ക് എൻ്റർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ടാണ് കേട്ടോ നമ്മൾ ടീ ഫാക്ടറിയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഈ ടീ ഫാക്ടറിയിലേക്ക് എൻ്റർ ചെയ്യാൻ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്യൂവിൽ നിൽക്കുന്നത്.
ഫൈനലി ഞങ്ങൾ ടീ ഫാക്ടറിയിലേക്ക് എൻ്റർ ചെയ്തു. ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രോസസ്സിംഗ് ആണ് കാണാൻ പറ്റുക. ഈ ടീ ലീവ്സ് ഇപ്പോൾ പ്രോസസ്സ് ചെയ്ത് അണ്ടർഗ്രൗണ്ടിലേക്കാണ് പോവുക. അപ്പോൾ നമുക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് പോയിട്ട് അടുത്ത പ്രോസസ്സ് എന്താ നോക്കാം. ഓരോ പ്രോസസ്സാണ് കേട്ടോ നമ്മളിങ്ങനെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ടീ പൗഡർ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഫൈനലി ടീ പൗഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പ്രോസസ്സൊക്കെ കണ്ടിട്ട് താഴോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് അവർ ടീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ടീ സ്റ്റോള്. അപ്പോൾ ഓരോരോ സെക്ഷനായിട്ടാണ് ഇവിടെ സെല് ചെയ്യുന്നത്. ഇത്രയും നേരം ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനിയായ ടീ ഫാക്ടറിയുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. കൂടുതൽ ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തത് നമ്മൾ ബ്യൂട്ടിഫുൾ ബൊട്ടാനിക്കൽ ഗാർഡൻ ആൻഡ് ദോത്പേട്ട പീക്കോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.